ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EG.com. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. കൂട്ടുകാരെ നോക്കൂ, നമുക്ക് പേജ് നമ്പർ 30 ഇനി പരിചയപ്പെടാനുള്ളത് പുതിയൊരു ടേമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Vinayan sir then introduced the diary of a freedom fighter to the children. പിന്നീട് മാഷ് എന്താ ചെയ്തത്? സ്വതന്ത്ര സമര സേനാനിയുടെ ഒരു ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്താണ്. അപ്പോൾ ആ ഒരു ഡയറി കുറിപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. 1942 August 8. Today was the day I got immense enthusiasm and energy in the freedom struggle. I had the privilege of attending the Bombay Conference of the Indian National Congress, where the demand for quit India was passionately presented. The meaning of this slogan was clear and resolute. Leave India, Gandhiji reminded us that this must be the most powerful agitation for freedom. Bapuji called on everyone to do or die, inspired by his words. I found myself standing up without knowing and raising my first and shouting with all my might the slogan Quit India, Quit India. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നതാണത്രേ ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇതു കേട്ട ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. കൂട്ടുകാരെ, ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്കും ഒരു രോമാഞ്ചം വന്നല്ലോ അല്ലേ? അപ്പോൾ അന്നത്തെ ആളുകളുടെ പോരാട്ടവീര്യം എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അക്കോർഡിംഗ് ടു ഗാന്ധിജീസ് എക്സോട്ട്, thousands of people must have participated in the struggle. Isn't it, sir? തേജസ് ആസ്ക്ഡ്. ഗാന്ധിജിയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ? തേജസ് ചോദിച്ചു. പേജിൽ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തു എന്നതിന് തെളിവായിട്ടുള്ളൊരു ഫോട്ടോ അല്ലേ. ഓഫ് കോഴ്സ് ദ സ്ലോഗൻ ഓഫ് ദിസ് മൂവ്മെന്റ് എക്കോഡ് ഓൾ ഓവർ ഇന്ത്യ. ഇറ്റ് ഗേവ് പീപ്പിൾ മോർ പവർ ആൻഡ് സ്ട്രെങ്ത്, സർ റിപ്ലൈഡ്. തീർച്ചയായും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു, മാഷ് പറഞ്ഞു. കൂട്ടുകാർക്ക് ക്വിറ്റ് ഇന്ത്യ സമരം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന തീയതി. വെൻ ഡിഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ടേക്ക് പ്ലേസ്? സെക്കൻഡ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഹൂ ഓൾ ലെഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? തേർഡ് വൺ, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം എന്ത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ? ഫോർത്ത് വൺ, സമരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം എന്തായിരുന്നു? What was Gandhiji's call or invitation for participating in the movement? ഓക്കെ കൂട്ടുകാർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്താലോ. ഓഗസ്റ്റ് 8 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് അല്ലേ. പിന്നെ ആരാണത് നയിച്ചിട്ടുള്ളത്, ആരാണ് ലീഡ് ചെയ്തിട്ടുള്ളത്? മഹാത്മാഗാന്ധി. പിന്നെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ദെൻ അബ്ദുൽ കലാം ആസാദ് അല്ലേ. അങ്ങനെയുള്ള മഹത് ലീഡേഴ്സായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ മീനിങ് അല്ലേ, എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ത്യ വിടുക അല്ലേ, ലീവ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആൻസർ വരിക? ഡു ഓർ ഡൈ അല്ലേ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ആഹ്വാനമാണ് ജനങ്ങൾക്ക് മഹാത്മാഗാന്ധി നൽകിയിട്ടുള്ളത്. കൂട്ടുകാരെ, ഇവിടെ എന്താ പറയുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് അല്ലേ. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായതെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലായില്ലേ. ഒരുപാട് ആളുകൾ ഗാന്ധിജിയുടെ ഇൻസ്പിറേഷൻ മൂലം ക്വിറ്റ് ഇന്ത്യ സമരത്തിലോട്ട് അല്ലെങ്കിൽ ഈ സമരമുറയിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതിനുള്ള തെളിവുകളായിട്ടുള്ള ഫോട്ടോസ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്? ക്വിറ്റ് ഇന്ത്യ ദിനം, നേതൃത്വം നൽകിയവർ, സമരത്തിൻ്റെ ഫലം. ക്വിറ്റ് ഇന്ത്യ ഡേ, ലീഡേഴ്സ് ഹു ലെഡ് ദ ഫ്രീഡം സ്ട്രഗിൾ, റിസൾട്ട് ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകളെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ മാക്സിമം കിട്ടുന്ന സോഴ്സൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം നിങ്ങളത് തയ്യാറാക്കാൻ. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഷോർട്ട് നോട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. The Quit India movement, also known as August Kranti or August movement, was a pivotal movement in India's struggle for independence. Launched on August 8, 1942
at Gwalior Tank in Bombay following the failure of Cripps mission. The movement aimed for an immediate transfer of power from the British to India, with the All India Congress Committee adopting a resolution to initiate a non-violent struggle if the demand for complete independence was not met. Mahatma Gandhi was chosen as the leader, supported by key figures like Jawaharlal Nehru, Maulana Azad, Sardar Vallabhbhai Patel and Dr. Rajendra Prasad, and famously delivered the "Do or Die" slogan. The Quit India slogan itself was coined by Yusuf Meherli. This movement significantly intensified the freedom struggle across India, fostering a strong belief among Indians that they could overthrow British rule, leading to the emergence of many new leaders and whispered support for protesters' demands. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്കിൽ നിന്ന് ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരം അഥവാ ഓഗസ്റ്റ് ക്രാന്തി, ഓഗസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ബ്രിട്ടീഷുകാർ ഉടൻ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് അധികാരം കൈമാറുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ലെങ്കിൽ അഹിംസാത്മകമായ ഒരു സമരം ആരംഭിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം അംഗീകരിച്ചു. മഹാത്മാഗാന്ധിയെ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുത്തു. ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ അദ്ദേഹത്തിന് പിന്തുണ നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വച്ചു. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ യൂസഫ് മെഹർലിയാണ്. ഈ പ്രസ്ഥാനം ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇന്ത്യക്കാരിൽ വളർത്തുകയും പുതിയ നേതാക്കളുടെ ഉദയത്തിനും പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾക്ക് വ്യാപകമായ പിന്തുണ ലഭിക്കുന്നതിനും കാരണമായി. കൂട്ടുകാർക്കിപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായല്ലോ. ഇതിലുള്ള ഓരോ പോയിൻറ്റും ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അവ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിനി മറ്റൊരു ഭാഗത്തോട്ട് പോവുകയാണ്. പേജ് നമ്പർ 31 ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള, സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നാനാഭാഗത്തും ബ്രിട്ടീഷുകാർക്കെതിരെ മുറവിളി കൂട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ജനങ്ങളെല്ലാവരും അവർക്കെതിരെ തിരിയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതറിയാം. അപ്പോൾ കേരളത്തിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് അന്നത്തെ കാലത്ത് ഉണ്ടായത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പോവുകയാണ്. ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള. Then there were many agitation in Kerala too, asked Naveen. Yes, the spirit of freedom movement led by Gandhiji also spread in Kerala. The salt law was violated at Payyanur beach in Kannur. This is the important point, one of the important point. The salt law was violated at Payyanur beach in Kannur. K. Kelappan acted as the leader of movement. Later he was known as Kerala Gandhi. What is this? This is the another point. K. Kelappan asked as the leader of the movement. Who is the leader of movement? K. Kelappan. Okay, he was known as Kerala Gandhi. Okay, sir, who were other leaders who led the freedom struggle in Kerala? The children were curious to know more. There are hundreds of people like T. K. Madhavan, K. P. Keshav Menon, Muhammad Abdur Rahman, A. K. Gopalan, Akkamma Cheriyan, Kuttimalu Amma and others. Sir recalled and said. സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീൻ ചോദിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്താണ് കേട്ടോ മെയിനായിട്ട് അതിൻ്റെ കേന്ദ്രം ഉണ്ടായിരുന്നത്. സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ. കേളപ്പനായിരുന്നു. ആരാണ്? ഉപ്പു നിയമം അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള അല്ലെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ. കേളപ്പൻ. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ ഏത് പേരിലാണ് വിളിച്ചത്? കേരള ഗാന്ധി എന്ന് വിളിച്ചു. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾ കൂടുതൽ അറിയണമെന്നായി. 100 കണക്കിന് പേരുണ്ട് കേട്ടോ. ടി. കെ. മാധവൻ, കെ. പി. കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുർ റഹ്മാൻ, എ. കെ. ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയ അനേകം ആളുകൾ മാഷ് ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻറ്റർ ഏതായിരുന്നു? പയ്യന്നൂർ ബീച്ചായിരുന്നു, പയ്യന്നൂർ കടപ്പുറമായിരുന്നു അല്ലേ. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആളാരായിരുന്നു? കെ. കേളപ്പൻ അല്ലേ. അതിൻ്റെ ലീഡർ
കേളപ്പൻ. കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ കേരള ഗാന്ധി ആരാണ്? കേളപ്പനായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കേരളത്തിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോനുണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാനുണ്ട്, എ.കെ. ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ. അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കിക്കേ മക്കളെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതൂ. മലബാർ കലാപം, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലബാർ കലാപം. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ ഫ്രീഡം സ്ട്രഗിൾസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. കേരളത്തിൽ നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ മലബാർ റിബല്ലിയൻ, മലബാർ കലാപം, മലബാർ റിബല്ലിയൻ ആണ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുള്ളത്. ബാക്കി ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ. നോക്കൂ കൂട്ടുകാരെ, കേരള ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കുറച്ച് കലാപങ്ങൾ, അതിൻ്റെ പേരുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മലബാർ കലാപം നമ്മളിപ്പോൾ പറഞ്ഞത്, പിന്നെ പഴശ്ശി സമരങ്ങൾ, പിന്നെ കുറിച്യ കലാപം, കുണ്ടറ വിളംബരം, ഇവയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ കൂട്ടുകാർ? ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. പഴശ്ശി റിവോൾട്ട്സ്, കുറിച്യ കലാപം, കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലേ? പഴശ്ശി റിവോൾട്ട്സ്, കുറിച്യ കലാപം, കുണ്ടറ പ്രൊക്ലമേഷൻ. ഇനി ഇവ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒന്ന് നോക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പഴശ്ശി സമരങ്ങളെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ കോട്ടയം രാജാവ്, പഴശ്ശി രാജാവ് നയിച്ച ചെറുത്തുനിൽപ്പുകളാണ് പഴശ്ശി സമരങ്ങൾ എന്നറിയപ്പെടുന്നത്. 1793 മുതൽ 1797 പിന്നീട് 1800 to 1805 ഈ സമരങ്ങൾ നടന്നത്. വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ച് ഗറില്ല യുദ്ധമുറകളിലൂടെയാണ് പഴശ്ശി ബ്രിട്ടീഷുകാരെ നേരിട്ടത്. തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നിവർ പഴശ്ശിയുടെ പ്രധാന സൈന്യാധിപന്മാരായിരുന്നു. അപ്പോൾ പഴശ്ശി രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഴശ്ശി രാജ എന്ന് പറഞ്ഞൊരു സിനിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പഴശ്ശി സമരങ്ങൾ പഴശ്ശി രാജാവ് നടത്തിയ സമരമുറകളാണല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയതാണ്, തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയതാണ്. രണ്ടാമതായി പറയുന്നത് കുണ്ടറ വിളംബരം, കുണ്ടറ പ്രൊക്ലമേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 1809 തിരുവിതാംകൂറിൽ നടന്നതാണ്. തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനായി ആഹ്വാനം ചെയ്ത വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഇടപെടലുകൾക്കെതിരെയായിരുന്നു ഈ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ ആരാ നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് 1809. മൂന്നാമതായിട്ട് പറയുന്നത് കുറിച്യ കലാപം. കുറിച്യ കലാപം 1812 വയനാട്ടിൽ നടന്നതാണ് കേട്ടോ. വയനാട്ടിലെ കുറിച്യർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ, ആ വിഭാഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണിത്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളും അതുപോലെ ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതത്തിൽ അവർ നടത്തിയ കടന്നുകയറ്റങ്ങളുമാണ് ഈ കലാപത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ 1812 നടത്തിയതാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. നാലാമതായിട്ട് മലബാർ കലാപം കൂടി ഡിസ്കസ് ചെയ്യാം. എന്താണ് മലബാർ കലാപം എന്ന് പറയുന്നുണ്ട്. 1921 മലബാറിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സമരമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഈ സമരം പിന്നീട് ഒരു കർഷക കലാപമായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. വാഗൺ ട്രാജഡി പോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഈ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. പഴശ്ശി റിവോൾട്ട്സ്. ദ പഴശ്ശി റിവോൾട്ട്സ് റെഫർ ടു ദ റെസിസ്റ്റൻസ് ലെഡ് ബൈ പഴശ്ശി രാജ, ദ കിങ് ഓഫ് കോട്ടയം, അഗെയിൻസ്റ്റ് ദ ടാക്സ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ്. These revolts occurred from 1793 to 1797 and again from 1800 to 1805. Pazhashi confronted the British using guerrilla warfare centered in the Wayanad forests. Talakal Chandu and Edachena Kungan were prominent generals under Pazhashi. So this is the Pazhashi revolts. The major ruler of Pazhashi revolts is the king of Pazhashi Raja, right? Yes, now we are going to another one, Kundara Proclamation. The Kundara Proclamation was a declaration made by Veluthambi Dalava. So listen carefully, Veluthambi Dalava is the main character of Kundara Proclamation. Okay, he is the Diwan of Travancore in 1809, calling for a rebellion against the British. The proclamation was in response to the intervention of British resident Macaulay. Listen carefully. Kundara Proclamation made by Veluthambi Dalava is the Diwan of Travancore, right? Now here is Kuruchya Revolt. Kuruchya Revolt is the another one. The Kuruchya Revolt was an uprising by the Kuruchya tribe in Wayanad against the British 1812. The main reason for this rebellion were the unfair tax policies of the British and their encouragement into the lives of the tribal communities. Yes, here is another one, Kuruchya Revolt. Kuruchya Revolt against to British rule, right? Yes, in 1812. Okay. Then last one is Malabar Rebellion. The Malabar Rebellion was a significant uprising in Malabar in 1921
Initially part of the Khilafat movement, it later evolved into a peasant revolt. Tragic events like the Wagon tragedy are also associated with this rebellion. So Malabar rebellion is in 1921, right? Yes, it is the part of Khilafat movement, right? കൂട്ടുകാരെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലുണ്ടായിരുന്ന ഒരുപാട് കലാപങ്ങളെ കുറിച്ചാണ് അല്ലേ, വ്യത്യസ്ത ഏരിയകളിലുണ്ടായ കലാപങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇയറുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. എവിടെയാണ് ഉണ്ടായത്, ആരൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, എവിടെയാണ് അത് ഉണ്ടായത് എന്നും കൂടി നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ കൂട്ടുകാരെ, നമ്മളിനി പേജ് നമ്പർ 32 നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രസ്താവനകളുണ്ട്. അപ്പോൾ ആ പ്രസ്താവനകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആരാണെന്ന് കൂട്ടുകാർ കണ്ടെത്തണം. അപ്പോൾ ഒന്ന് കണ്ടെത്തി നോക്കൂ. നാം അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്നും ബാപ്പുജി എന്നും വിളിക്കുന്നു. അഹിംസയും സത്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധം. ഒക്ടോബർ 2 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ അദ്ദേഹം ഒരുപാട് പോരാടി. ആരാണോ ഈ മഹത് വ്യക്തി? കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കോൾ ഹിം ദ ഫാദർ ഓഫ് നാഷൻ ആൻഡ് ബാപ്പുജി. നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത് were his main weapons. October 2 is his birthday. He fought a lot for India's independence. ആരാണ് കൂട്ടുകാരെ ഈ മഹത് വ്യക്തി? നമ്മുടെ മഹാത്മാഗാന്ധിയാണല്ലേ. അപ്പോൾ നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ച്, സ്വാതന്ത്ര്യ സമര നേതാക്കളെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പാഠഭാഗം ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. മഹാത്മാഗാന്ധി. ചിൽഡ്രൻ, ഡു യു നോ ദ ലീഡർ ഹു ഇൻസ്പയർഡ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓൾ ഓവർ ഇന്ത്യ? ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? സർ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ക്വിക്ക്ലി ദേ റിപ്ലൈഡ് ഗാന്ധിജി. ഗാന്ധിജി. മാഷിൻ്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. നൗ റീഡ് ദ ഇൻഫർമേഷൻ ദേ കളക്റ്റഡ് അബൌട്ട് ഗാന്ധിജി ഫ്രം ദ ബുക്സ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ നിന്ന് അവർക്ക് കിട്ടിയ പുസ്തകത്തിൽ നിന്നും ഗാന്ധിജിയെക്കുറിച്ച് ശേഖരിച്ച വിവരങ്ങൾ ഇവിടെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ, ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഹിസ് റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് റിട്ടേൺഡ് ടു ഇന്ത്യ ടു ജോയിൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ത്രൂ ഹിസ് സിമ്പിൾ വേ ഓഫ് ലിവിങ്, ഹൈ തിങ്കിങ് ആൻഡ് വാം ഇൻറ്ററാക്ഷൻ, ഹി റോസ് ടു ബിക്കം ദ ലീഡർ ഓഫ് ഇന്ത്യ. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വെർ ആൾവേസ് എവിഡൻറ്റ് ഇൻ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. ചിൽഡ്രൻ അഫെക്ഷണലി കോൾഡ് ഹിം ബാപ്പുജി. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ഹി ലെഡ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ദ ചമ്പാരൻ മൂവ്മെൻറ്റ് 1970, the non-corporation movement 1920, the salt satyagraha 1930, the quit India movement 1942, etc. ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ ജീവിത ചക്രത്തെക്കുറിച്ചല്ലേ ചെറിയൊരു വിവരണമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ ഇതിൽ പറഞ്ഞത്. ഓരോ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോക്കി വെക്കണം. മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലമാണ്. എവിടെയാണ്? പോർബന്ദറിൽ, ഗുജറാത്തിലെ പോർബന്ദർ അല്ലേ. പോർബന്ദർ ഇൻ ഗുജറാത്ത് അല്ലേ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേര് അല്ലേ. ഓക്കെ, റിയൽ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ദെൻ അദ്ദേഹം എവിടെയായിരുന്നു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത്? ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് അല്ലേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏതിൽ ഉള്ളതായിരുന്നു? സത്യവും അഹിംസയും, നോൺ വയലൻസ് അല്ലേ. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
അദ്ദേഹത്തെ കുട്ടികൾ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? ബാപ്പുജി അല്ലേ, സ്നേഹത്തോടെ ചിൽഡ്രൻ അഫെക്ഷൻലി കോൾഡ് ഹിം ബാപ്പുജി എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഏതൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം, ചമ്പാരൻ മൂവ്മെൻറ്റ് എന്നാണ് 1970 അല്ലേ, 1917 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സഹകരണ സമരം 1920, ദെൻ ഉപ്പു സത്യാഗ്രഹം 1930 അല്ലേ. പിന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് 1920 സാൾട്ട് സത്യാഗ്രഹ 1930 പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 അല്ലേ. ക്വിറ്റ് ഇന്ത്യ അല്ലേ സമരം 1942. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് വെക്കുക, ഒരു കോംപ്രമൈസും ഇല്ല, പഠിച്ച് തന്നെ വെക്കണം. നമുക്ക് കൂട്ടുകാരെ അടുത്ത പേജിൽ എന്താ പറയുന്നത്? കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഗാന്ധിജി ഫ്രം യുവർ സ്കൂൾ ലൈബ്രറി ആൻഡ് പ്രിപ്പയർ ഷോർട്ട് നോട്ട്. എന്താണ്, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട്. എന്നിട്ടോ പ്രിപ്പയർ എ ഗാന്ധി മാഗസിൻ ആസ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, എന്നിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഗാന്ധി മാഗസിൻ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെ വേണം? ബർത്ത് പ്ലേസ്, ജനന സ്ഥലം വേണം, ജനനം വേണം, മാതാപിതാക്കൾ പാരൻസ്, പിന്നെ ഓട്ടോബയോഗ്രഫി ആത്മകഥയെക്കുറിച്ച് എഴുതണം, ലൈഫ് സ്റ്റൈൽ ജീവിത രീതിയെക്കുറിച്ച് എഴുതണം, പിന്നെയോ സ്വഭാവ ഗുണങ്ങൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെ കുറിച്ച് എഴുതണം, മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾസ് സമരരീതി എഴുതണം, പിന്നെ ഗാന്ധിജി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ അല്ലേ, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഗാന്ധി മാഗസിൻ തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ചെറിയൊരു ഷോർട്ട് നോട്ട് ഒന്ന് കണ്ടാലോ? മഹാത്മാഗാന്ധി, യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ജനിച്ചു. കസ്തൂർബ ഗാന്ധി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നിവരായിരുന്നു മക്കൾ. ലണ്ടനിൽ നിയമം പഠിച്ച ശേഷം 1893 മുതൽ 1915 വരെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാടി. അവിടെ വെച്ചാണ് അദ്ദേഹം അഹിംസയിലധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന സമരമാർഗം വികസിപ്പിച്ചത്. 1915 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ഇത് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് 1918 കർഷകർക്ക് വേണ്ടി ഖേദ സത്യാഗ്രഹത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. ഈ പ്രാദേശിക സമരങ്ങൾക്ക് ശേഷം 1920 ബ്രിട്ടീഷ് ഭരണത്തോട് സഹകരിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു. കൂടാതെ 1930 ഉപ്പു നിയമം ലംഘിക്കാൻ നടന്ന ദണ്ഡി യാത്ര, അതായത് ഉപ്പു സത്യാഗ്രഹം, 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തത്, 1942 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ചത് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകളാണ്. ഐത്തോച്ചാടനത്തിനായി ഹരിജൻ സേവക സംഘം രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെ എന്നുണ്ട് കേട്ടോ. ഗോഡ്സെയുടെ വെടിയേറ്റ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഇന്നും പ്രചോദനമാവുകയും ചെയ്യുന്നു. മഹാത്മാഗാന്ധി, whose real name was Mohandas Karamchand Gandhi, was born on October 2, 1869 in Porbandar, Gujarat. To Karamchand Gandhi and Putlibai, Kasturbai Gandhi was his wife and they had 4 sons, Harilal, Manilal, Ramdas and Devdas. After studying law in London, he lived in South Africa from 1893 to 1915, where he fought against racial discrimination. It was there that he developed Satyagraha, a philosophy of non-violent resistance. Upon his return to India in 1915, he took charge of the Indian freedom struggle. Gandhi's first satyagraha in India was the Champaran Satyagraha in 1917, aimed at addressing the grievance of indigo farmers. Following this, in 1980, he led the Kheda Satyagraha for farmers. After these local movements, he launched the non-corporation movements in 1920, which aimed at non-cooperation with British rule and was one of India's first large-scale popular protest. His other significant contributions included the Dandi March, Salt Satyagraha in 1930, to defy
the SALT law. His participation as the Indian representative at the Second Round Table Conference in 1931 and leading the Quit India movement in 1942 with the slogan "Do or Die." He also established and worked through the Harijan Sevak Sangh for the eradication of untouchability. The story of my experience with truth is his autobiography. On January 13, 1948, he was assassinated by Nathuram Godse in Delhi. Known as the father of the nation of India, Gandhiji lived a life based on truth and non-violence, continuing to inspire people വേൾഡ് വൈഡ്. ഓക്കെ കൂട്ടുകാരെ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ് അല്ലെങ്കിൽ അടുത്ത പാർട്ടിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും, നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി യു അഗെയിൻ.